ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ കോൺഫറൻസുകളിലോ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കുമ്പോൾ പ്രോഗ്രാമുകളുടെ തുടക്കം ഒരു സ്വയം പരിചയപ്പെടുത്തലോടുകൂടി ആയിരിക്കുമല്ലോ. നമ്മൾ അത്തരം പല പരിപാടികളിലും പങ്കെടുത്ത് സ്വയം പരിചയപ്പെടുത്തിയിട്ടും ഉണ്ടാകുമല്ലോ. നമ്മുടെ പേര്, വിദ്യാഭ്യാസം, തൊഴിൽ, സ്ഥലം, കുടുംബ പശ്ചാത്തലം എല്ലാം ചുരുക്കത്തിൽ പറയുന്ന പരിപാടിയാണല്ലോ ഇത്. പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ നാം ഒട്ടും കുറഞ്ഞു പോകാത്ത തരത്തിൽ അവിടെ നമ്മെ അവതരിപ്പിക്കുവാൻ നാം ശ്രമിക്കാറുമുണ്ട്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു പരിചയപ്പെടുത്തൽ നാം കാണുന്നു. മിസ്രൈമിലെ മന്ത്രിയായിരുന്ന ജോസഫ് തൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണിത്. ഞാൻ ജോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോട്ടിരിക്കുന്നുവോ. വെറും 2 വാചകത്തിലാണ് ഈ പരിചയപ്പെടുത്തലെങ്കിലും അത് കേട്ട സഹോദരങ്ങൾ 10 പേരും അത്ഭുത സ്തബ്ധരാവുകയോ സ്വയം അവഹേളിതരാവുകയോ ലജ്ജിതരാവുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നാം തുടർന്ന് അവിടെ കാണുന്നത്. കാരണം വർഷങ്ങൾക്ക് മുൻപ് മുതലുള്ള തങ്ങളുടെ സഹോദര ബന്ധങ്ങളിലെ ക്രൂരമായ ചതികളുടെ ചിത്രം അവരുടെ മനസാക്ഷിയുടെ സ്ക്രീനിൽ ഫ്ലാഷ് ബാക്ക് പോലെ തെളിഞ്ഞ് മറയുകയാണ്. ജോസഫ് ചോദിക്കുന്നു, നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ നമ്മുടെ അപ്പൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ഗൂഢാലോചന നടത്തി ഇവനെ ഇതോടെ തീർത്ത് കളയാമെന്ന് ആർക്ക് നേരെ പല്ലിറുമ്മിക്കൊണ്ട് ഗൂഢാലോചന നടത്തിയോ ആ ജോസഫ് ഞാനാകുന്നു. നിങ്ങൾ ആരെ ബലാത്കാരമായി പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടോ ആ ജോസഫ് ഞാനാകുന്നു. ചെന്നെത്തുന്ന നാട്ടിൽ എങ്ങനെ ജീവിക്കുമെന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത അപരിചിതമായ ദേശത്തിലെ കച്ചവടക്കാർക്ക് നിങ്ങൾ ആരെ വിറ്റുകളഞ്ഞുവോ ആ ജോസഫ് ഞാനാകുന്നു. നിങ്ങളുടെ പ്രവൃത്തി മൂലം മിസ്രൈമിലെ ജയിലിൽ കഴിയേണ്ടി വന്ന ജോസഫ് ഞാനാകുന്നു. ജോസഫിൻ്റെ വെളിപ്പെടുത്തലിൽ അടങ്ങിയിരിക്കുന്ന വ്യംഗ്യമായ ധ്വനികളെല്ലാം സഹോദരങ്ങളുടെ മനസാക്ഷിയെ പിടിച്ച് ഉലയ്ക്കുകയാണ്. പക്ഷേ ജോസഫ് ഉടനെ തന്നെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് വ്യസനിക്കുകയോ വിഷാദിക്കുകയോ ഒന്നും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപ് ഈ ദേശത്തേക്ക് അയച്ചതാകുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ക്രൂശിന് മുകളിൽ നിന്ദയും പരിഹാസവും പീഡനവും തുപ്പലും എല്ലാം ഏറ്റുവാങ്ങിയ നമ്മുടെ കർത്താവ്, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ വലിയ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ അതുപോലെ തന്നെ നാം ഇവിടെ ജോസഫിലും കാണുകയാണ്. തുടർന്ന് ജോസഫ് ചോദിക്കുന്നു, എൻ്റെ അപ്പൻ ജീവനോട്ടിരിക്കുന്നുവോ. ഈ അപ്പൻ്റെ അഭിമാനമായി ജീവിക്കുന്ന മകൻ, അപ്പനെ കരുതുന്ന മകൻ, സഹോദരങ്ങളെ അവരുടെ സകല വഞ്ചനകളെയും മറന്ന് അവരെ സ്നേഹിക്കുന്ന സഹോദരൻ എന്നിങ്ങനെ സ്വയം തന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ജോസഫിനെയാണ് നാം ഇവിടെ കാണുന്നത്. അതാണ് ഈ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം. ബോണി സീഗൽ എന്ന ഒരു മിഷണറി നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവം നമ്മെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടാൽ എങ്ങനെയാകും നാം സ്വയം പരിചയപ്പെടുത്തുക എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ഭൂമിയിൽ ഡോക്ടറായിരുന്നു, ഞാൻ ഭൂമിയിൽ വൈദികനായിരുന്നു, കോളേജ് പ്രൊഫസറായിരുന്നു, കൃഷിക്കാരനായിരുന്നു, വക്കീലായിരുന്നു എന്നൊക്കെ അവിടെ നമ്മൾ പറഞ്ഞാൽ ദൈവത്തിന് അത് സ്വീകാര്യമാവുമോ? ഈ തൊഴിലൊക്കെ ചെയ്തത് പണം സമ്പാദിക്കുവാനും ദൈവത്തെക്കാൾ വലിയവനാണെന്ന് പത്രാസിൽ ജീവിക്കുവാനും ഒക്കെ ആയിരുന്നില്ലേ നീ ഇതെല്ലാം അവിടെ ചെയ്തതെന്ന് ഉള്ളിൽ ചിന്തിച്ച് ദൈവം ഒരു പക്ഷേ നമ്മെ പരിഹസിക്കുകയല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മെ ദൈവത്തിന് പരിചയപ്പെടുത്തുക? സീഗൽ തന്നെ പറയുന്നു, ദൈവമേ, ഞാൻ നിന്റെ അഭിമാനമുള്ള മകനായി മകളായി നിനക്ക് അപമാനം വരുത്താതെ നിന്റെ മക്കളായ ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും എൻ്റെ സഹോദരങ്ങളായി കണ്ട് അവരെല്ലാം സ്നേഹിച്ചിട്ട് വരുന്ന നിന്റെ മകനാണ് എന്ന് പരിചയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമോ? ഈ തരത്തിൽ നമ്മെ ദൈവത്തിന് പരിചയപ്പെടുത്തുവാനാണ് ദൈവം തമ്പുരാൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണ് ജോസഫിൻ്റെ പരിചയപ്പെടുത്തലിൻ്റെ അർത്ഥവും ആഴവും നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ഒരു തരത്തിൽ അറിയപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യം ഇവിടെ നമ്മുടെ മുമ്പിൽ നിലനിൽച്ച് നിൽക്കുന്നു. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.